പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അസാധ്യമായിട്ടുള്ള അനേക സംഗതികളെ കീഴടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് മനുഷ്യ സഹജമായൊരു കാര്യമാണ്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് തോന്നും ചില സമയങ്ങളിലെ സംഗതികൾ ഈസിയായിട്ടല്ല മുന്നോട്ട് പോകുന്നതെന്ന്. അങ്ങനെ എന്തെങ്കിലും വിധത്തിലുള്ള ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആശകളും ഒക്കെ നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നത് പോലെ തോന്നും. എസ്പെഷ്യലി ദൈവം തന്നിരിക്കുന്ന ചില സ്വപ്നങ്ങൾ. അപ്പം ഇമ്പോസിബിളായിട്ടിരിക്കുന്ന സിറ്റുവേഷനെ നാം അങ്ങ് ഇഗ്നോർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചാൽ മനസ്സിലാക്കണമേ, നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇഗ്നോർ ചെയ്യുന്നത്. ഗോഡ് ഈസ് ദ വേ മേക്കർ. വഴി ഉണ്ടാക്കുന്നത് അവനാണ്. ഇമ്പോസിബിളായിട്ടുള്ള സാഹചര്യങ്ങളാണ് ദൈവത്തിൻ്റെ പ്രൂവിങ് ഗ്രൗണ്ട്. അവൻ അവിടെ തെളിയിക്കും അവൻ ആരാന്ന്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 3 and 4. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, പ്രത്യാശ ഭംഗം വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിന് ദൈവകൃപ ആവശ്യമാണ്. പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് നെഹമ്യ. ആ പുസ്തകത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ തകർന്ന് വീണ് ഉടഞ്ഞതുപോലെ ആയിട്ട് ആൾക്കാർ ഡിസപ്പോയിൻറ്റഡായിട്ട് അവരുടെ വിശ്വാസം പോലും നശിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ നെഹമ്യാവിൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് നെഹമ്യാവ് എന്ത് ചെയ്തു എന്ന. നെഹമ്യാവ് ഒരു ക്രാഫ്റ്റ്സ്മാൻ ഒന്നുമല്ല, താനൊരു സോൾജിയറാണ്. അവൻ്റെ ജോലി രാജകൊട്ടാരത്തിലാണ്. അവൻ്റെ ജോലി വളരെ ഈസി ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു. അതായത് താനൊരു പാനപാത്ര വാഹകനായിരുന്നു. അപ്പോഴാണ് യെരുശലേമിലെ അവസ്ഥയെക്കുറിച്ച് ഉള്ള ന്യൂസുമായിട്ട് ഒരാൾ തൻ്റെ അടുക്കൽ വരുന്നത്. പട്ടണമെല്ലാം നാശത്തിൽ കിടക്കുക, മതിലുകളെല്ലാം ഇടിഞ്ഞു കിടക്കുക, വാതിലൊക്കെ തീ വെച്ച് ചുട്ടുപോയി. വാതിലൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പട്ടണം ഡിഫെൻസ്ലെസ് ആകും, അല്ലേ? ആർക്ക് വേണേലും അതിനകത്ത് കയറി ആക്രമിക്കാം. അതുപോലൊരു സിറ്റുവേഷനിൽ യെരുശലേം ആയിത്തീർന്നു. ആൾക്കാരൊന്നും അതേക്കുറിച്ച് ഗൗനിക്കുന്നില്ല. അതേക്കുറിച്ച് ഒരു ഭാരവും ആർക്കുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. ഇന്നും ഞാൻ പറയട്ടെ, അനേക കുടുംബങ്ങൾ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാകാതെ വെറുതെ നിർവികാരരായിട്ട് ജീവിച്ചു പോകുന്ന അവസ്ഥ നമുക്ക് കാണാം, പ്രത്യേകിച്ച് ആത്മീയ വിഷയത്തിൽ. പ്രൈസ് ഗോഡ്. നമുക്ക് യോശുവ എരിഹോ മതിൽ തകർത്തത് അറിയാം. മോശ തൻ്റെ കയ്യിലെ വടി ഉപയോഗിച്ച് ചെങ്കടലിനെ വിഭാഗിച്ചത് നമുക്കറിയാം. ദാവീദ് ഒരു കല്ലും കവണയും ഉപയോഗിച്ച് ഗോലിയാത്തിനെ കൊന്നത് നമുക്കറിയാം. അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ കാണുമ്പോൾ ഈ മതിലിടിഞ്ഞ് വാതിൽ തീ വെച്ച് ചുട്ടുകിടക്കുന്ന ഈ പട്ടണത്തെ ഒന്ന് റീസ്റ്റോർ ചെയ്യുവാൻ, ഒന്ന് പണിതെടുക്കാൻ ഉദ്യമിക്കേണ്ടത് ആവശ്യമല്ലേ? പ്രൈസ് ഗോഡ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ വർത്തമാനം നെഹമ്യാവിൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പല സംഗതികളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. ഇമ്പോസിബിളായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റും പല മേഖലകളിലുമുണ്ട്. പക്ഷേ ഇഗ്നോർ ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷനാണ് കൂടുതലും. ബൈബിളിലും നാം അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ ദൈവം ഇമ്പോസിബിളായിട്ടുള്ള സാഹചര്യത്തിൽ തൻ്റെ വിശ്വസ്തതയും തൻ്റെ ശക്തിയും നമ്മിൽ പകർന്ന് നമ്മെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കുന്നത് അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. നാം ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഇഗ്നോർ ചെയ്യരുത്. പ്രതികൂലങ്ങളെ കാണുമ്പോൾ നാം അതിനെ ഫേസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പണിതെടുപ്പാൻ തക്കവണ്ണം റിസ്ക് എടുക്കുവാനായിട്ട് നാം തയ്യാറായിരിക്കണം. ദൈവത്തിന് നാം ഓരോരുത്തരെയും കൊണ്ടും ഒരു ഉദ്ദേശമുണ്ട്. അത് തീർച്ചയായിട്ടും ദൈവം ചെയ്തെടുക്കുകയും ചെയ്യും. ഈ നെഹമ്യാവ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ നോക്കുമ്പോൾ, അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തെ മഹാകഷ്ടത്തിലും അപമാനത്തിലുമായിരിക്കുന്നു. യെരുസലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് താനെടുത്ത തീരുമാനങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ദൈവമക്കളെ, ഇന്നത്തെ യങ്ങർ ജനറേഷന് സഭയെക്കുറിച്ച്, നമ്മുടെ റിലീജിയനെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാം, ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് വളരെ സ്കെപ്റ്റിക്കലായി മാറിക്കൊണ്ടിരിക്കുക. യേശുവിനെക്കുറിച്ച് ഒത്തിരി പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്. പക്ഷെങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യർ അനുസരിക്കുന്നത് കാണുന്നത് വളരെ കുറവാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് കൂടുതലും അനേകരിന്ന് കാണുന്നത്. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ച് നാം നടക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം. അല്ലെങ്കിൽ ഓർത്ത് നോക്കിക്കേ, ഈ ലോകം ഒരു ഡെസ്പറേറ്റ് കണ്ടീഷനിലേക്കായി പോവുക. സഹോദരന്മാരാണേലും സഹോദരിമാരാണേലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടെന്ന് പറയുന്നവർ ചിലപ്പോൾ നീതിയോടെയൊക്കെ പ്രവർത്തിക്കുന്നത് കാണാം. എന്നാൽ അവനവൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനും അത് മറ്റുള്ളവരുടെയും നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൻ്റെ, നമ്മുടെ പട്ടണത്തിൻ്റെ ഒക്കെ വിടുതലിന് വേണ്ടി നാം ഒരുങ്ങി നിൽക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയതാണ്. പ്രോബ്ലംസ് ഒന്നും പെട്ടെന്നൊന്നും തീരാൻ പോകത്തില്ല, പെട്ടെന്ന് തീരുകയില്ല. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് സമീപിക്കും തോറും പിശാച് 24 hours ആക്റ്റീവാണ്. നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരും. ഇവിടെ നെഹമ്യാവിന് മനസ്സിലായി, തൻ്റെ ഹോം ടൗൺ ട്രബിളിൽ പെട്ടിരിക്കുക, പട്ടണം ഒരു പൂർ കണ്ടീഷനിലേക്കായിത്തീർന്നിരിക്കുക, അവിടെ സെക്യൂരിറ്റി ഇല്ല, സേഫ്റ്റി ഇല്ല, എപ്പോഴും ഒരു ഭയത്തിലാണ് കഴിയുന്നത്, അവരുടെ സർവൈവല് പ്രയാസമാണ്. ദൈവമക്കളെ, നമ്മൾ സഭയായിട്ട് ഈ നാളിൽ ഇടയ്ക്കൊക്കെ ചില വേക്കപ്പ് കോൾസ് എക്സ്പീരിയൻസ് ചെയ്യാനിടയാകട്ടെ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനുള്ള സമയമല്ലിത്. നമ്മൾക്ക് സംഭവിക്കാത്ത ചിലതൊക്കെ മറ്റുള്ളവരിൽ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ബാഡ് ന്യൂസൊക്കെ കേൾക്കുന്നത് ഇറ്റ് ഈസ് വെരി പാരലൈസിങ്. നമ്മുടെ ഡിഫൻസ് മെക്കാനിസവും കുറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ സഭ ഉണരണം. ചർച്ച ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കമ്മ്യൂണിറ്റികളിൽ വരുന്ന പ്രോബ്ലംസിനെ, കമ്മ്യൂണിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ നെഹമ്യാവ് എന്ത് ചെയ്തു? ആ കംഫർട്ട് സോൺ വിട്ടു യെരുസലേമിലേക്ക് പോയി. രാത്രി മുഴുവൻ മതിലിൻ്റെ
അവസ്ഥകളെല്ലാം ചുറ്റി നടന്ന് കണ്ടു. വളരെ ക്ലോസായിട്ട് താൻ കണ്ടു, വളരെ പേഴ്സണലായിട്ട് താൻ അത് മനസ്സിലാക്കി. അതിനുശേഷമാണ് താൻ സ്റ്റെപ്പുകൾ മുന്നോട്ടെടുത്തത്. പ്രോക്സിമിറ്റി ഓൾവേസ് ചേഞ്ചസ് യുവർ പെർസ്പെക്റ്റീവ്. നമ്മൾ നടന്ന് സംഗതികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, അതായത് കുഞ്ഞുങ്ങളുടെ, ടീനേജേഴ്സിൻ്റെ, ഫാമിലീസിൻ്റെ, കമ്മ്യൂണിറ്റീസിൻ്റെ എല്ലാം അവസ്ഥ നാം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. എഫക്റ്റീവായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശു കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. യേശു കർത്താവ് അതുകൊണ്ടല്ലേ സ്വർഗ മഹിമകളെ വിട്ട് ഒരു മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചത്. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അവൻ കണ്ടു. തകർന്നിരുന്നതിനെയൊക്കെ അവൻ പണിതെടുത്തു. ബ്രോക്കണായിട്ടുള്ളതിനെയൊക്കെ ഹി ഫിക്സ്ഡ് ഇറ്റ്. അവർ ജോബ് ആസ് ബിലീവേഴ്സ് ഈസ് ടു ഡു ലൈക്ക് ജീസസ് ഡിഡ്. ദാറ്റ്സ് വാട്ട് നെഹമ്യ വാസ് ഡൂയിങ്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, സെക്യൂരിറ്റിയും സേഫ്റ്റിയും എല്ലാം നഷ്ടപ്പെട്ട സമൂഹത്തിൽ ഇളം തലമുറയെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുക കർത്താവേ. പെർസ്പെക്റ്റീവ്, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ കർത്താവേ, ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടോട് അനുകൂലമായിരിക്കുന്നത് ആയിത്തീരണമേ. ഞങ്ങളെ പൂർണ്ണമായി നിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.